ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയാണ് വരിക എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഇത്ര അങ്ങനെയുള്ളൊരു കണക്കല്ല പറയുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളിലൊക്കെ വെച്ചിട്ട് ഒരു ആവറേജ് ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ എത്ര വരും എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മളിത് എല്ലാം കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് എടുത്തിട്ട് അങ്ങനെ അതിൻ്റെ ക്വാണ്ടിറ്റി എടുത്തിട്ട് പറയുന്ന ഒരു റേറ്റ് അല്ല, ഏകദേശ കണക്കാണ്. അപ്പോൾ കറക്റ്റായിട്ട് വരുന്ന ഇപ്പോൾ പ്ലാനും അതിൻ്റെ എലിവേഷൻ ഡിസൈനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളുടെയൊക്കെ ഒരു ഏകദേശ റേറ്റ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഈ റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഇതിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സൈറ്റ് കണ്ടീഷൻ, ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളിൽ പലതരത്തിലുള്ള ഫൗണ്ടേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റബിൾ മേസൺട്രിയിൽ വരുന്നതല്ലാത്ത പൈലിംഗ്, അതുപോലെ കോളം ഫൂട്ടിങ് ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, നമുക്കിപ്പോൾ സൈറ്റിലേക്ക് പോകാനായിട്ടുള്ള ഇങ്ങനെ പല ഘടകങ്ങളാണ് ഒരു വീടിൻ്റെ കോസ്റ്റിൽ ആശ്രയിച്ചിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു പ്ലാൻ കണ്ട് ഈ വീട് ഇത്ര രൂപയ്ക്ക് ചെയ്യാം എന്ന് പറയുന്നതിൽ ഉള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ശരിക്കും അതിൻ്റെ കോസ്റ്റ് കാണേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്കുകൾ മെയിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ജില്ലകളിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ച് റേറ്റ് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അടുത്തടുത്ത ജില്ലകളാണെങ്കിൽ പോലും തൃശ്ശൂർ ചെയ്യുന്ന ഒരു വീടിൻ്റെ ആ ഒരു സെയിം പ്ലാൻ സെയിം ഡിസൈനിൽ ചെയ്യുന്ന വീട് എറണാകുളം ജില്ലയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നേരിട്ട് ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ തന്നെ കിടക്കുകയാണ്. കാരണം പ്ലോട്ട് ലെവൽ ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഇതിൽ തന്നെ തുടങ്ങുകയാണ്. ഫൗണ്ടേഷനിൽ നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് വീടിന് ഒരു 2.5 മുതൽ 3 ലക്ഷം രൂപ വരെ അതിൻ്റെ കോസ്റ്റ് നമ്മൾ കണക്കാക്കേണ്ടതായിട്ട് വരും. അതായത് RR ഫൗണ്ടേഷൻ, അതിൻ്റെ മുകളിൽ നമുക്ക് ബെൽറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഫൗണ്ടേഷന് 2.5 മുതൽ 3 ലക്ഷം രൂപ വരെ നമ്മൾ ചിലവ് കണക്കാക്കേണ്ടതായിട്ട് വരും. കാരണം ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് ചെയ്ത ഒരു വർക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 1100 സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ ഫൗണ്ടേഷൻ വരുന്നത്. അത് 1700 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. 1100 ഗ്രൗണ്ട് ഫ്ലോർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തത് അപ്പോൾ അത് 3.25 ലക്ഷം രൂപയാണ് അതിൻ്റെ ചിലവ് വരുന്നത്. കരിങ്കല്ല് വെച്ചിട്ട് RR റബിൾ ഫൗണ്ടേഷനാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് 3.25 ലക്ഷം രൂപ ചിലവ് വന്നിരുന്നു. നമ്മൾ ആക്ച്വലി ഒരു 3 ലക്ഷത്തിന് തിരുവനന്തപുരം ഉദ്ദേശിച്ചിരുന്ന ഒരു വർക്കാണ്. പക്ഷേ അതിൻ്റെ സൈറ്റിലെ കണ്ടീഷൻസ് ഇപ്പോൾ നമുക്ക് ഹാർഡ് സർഫസ് കിട്ടാനായിട്ട് കുറച്ചധികം താഴോട്ട് കുഴിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയുള്ള വർഷം കൊണ്ട് 3.25 ലക്ഷത്തിലാണ് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ്റെ വർക്ക്, അതിൻ്റെ ബെൽറ്റ് വരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ അതുപോലുള്ള പല വർക്കുകളിലൊക്കെ നമ്മൾ ആവറേജ് എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കണക്കൊരു 2.5 മുതൽ 3 ലക്ഷം രൂപ വരെ ആണ് ഫൗണ്ടേഷൻ്റെ ചിലവുകൾ വരുന്നത്. എല്ലാം മെറ്റീരിയൽസും ലേബറൊക്കെ അടക്കം ആ ഒരു ചിലവാണ് വരുന്നത്. അപ്പോൾ അതിൽ ഈ സൈറ്റ് കണ്ടീഷൻ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ അതിൽ കൂടാനുള്ള സാധ്യതയുണ്ട് ഈ റബിൾ ഫൗണ്ടേഷനിൽ വരുന്നത്. ഇനി ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വാള് ചെയ്യുമ്പോൾ എത്രയാണെന്നും, അത് വാള് നമ്മുടെ സിമെൻറ്റ് ബ്ലോക്ക് വെച്ചിട്ടാണ് സാധാരണ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ വെട്ടുകല്ല് വെച്ചിട്ടും ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ നോക്കുന്നില്ലെങ്കിലും അതിൻ്റെ വർക്ക്, ലേബർ, മെറ്റീരിയൽ, അതിൻ്റെ പ്ലാസ്റ്ററിങ് ഇങ്ങനെയുള്ള വർക്കുകൾ വരുമ്പോൾ എത്രയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ 4 ലക്ഷം മുതൽ 4 ലക്ഷം രൂപയൊക്കെയാണ് നമുക്ക് ഭിത്തി കെട്ടുന്നതിൻ്റെയും അതുപോലെ അതിൻ്റെ പ്ലാസ്റ്ററിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മൾ പല വീട്ടിലും പറയുന്നുണ്ട്, ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ തന്നെ അത് പല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഭിത്തികളൊക്കെ എവിടെ വേണമെങ്കിലും മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ വരുന്ന പ്ലാനുകളുണ്ട്, പക്ഷേ 2 ബെഡ്റൂമുകൾ വരുന്ന പ്ലാനുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഭിത്തിയുടെ എണ്ണം കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളൊരു മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ബേസിക് ആയിട്ടുള്ളൊരു റേറ്റാണ് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക തുടർന്ന് വീഡിയോ കാണുമ്പോൾ. അടുത്ത് വരുന്നത് RCC കോൺക്രീറ്റ്, ലിൻഡല്, സൺഷെയ്ഡ് മുതലായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെയർ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വരുന്നത്. ഇതിനും ഏതാണ്ട് ഈ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത്. 4.5 ലക്ഷം രൂപയാണ് ഇതിനും റേറ്റ് വരുന്നത്. അടുത്തത് മരം, നമുക്ക് കട്ടില, ജനല, വാതിൽ പോലുള്ള കാര്യങ്ങൾ 1.5 ലക്ഷം രൂപയുടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കൂടിയ മരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് അതിനനുസരിച്ച് മാറുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്ത് വരുന്നത് ടൈലാണ്. ടൈല് ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് നമുക്ക് ഒരു 2-2.5 ലക്ഷം രൂപയിൽ ടൈലിൻ്റെ വർക്ക് തീർക്കാനായിട്ട് പറ്റും. അത് മെറ്റീരിയലും അതുപോലെ ലേബർ കോസ്റ്റ് എല്ലാം അടക്കമാണ് 2.5 ലക്ഷം രൂപ വരെ നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. അടുത്തത് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് അങ്ങനെയുള്ള കോസ്റ്റാണ്. 3-3.5 ലക്ഷം രൂപയിൽ അതിൻ്റെ ഒരു കോസ്റ്റ് നമുക്ക് കാണേണ്ടതായിട്ട് വരും. അതിപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇത്ര വരും 1000 സ്ക്വയർ ഫീറ്റ് വീടിന് നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വരെ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ ഒരു കോമൺ ബാത്റൂം മാത്രമുള്ള 1000 സ്ക്വയർ ഫീറ്റ് വീട് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കോസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച് ഒരു ബാത്റൂം വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള അതുപോലെ ലൈറ്റുകളുടെ പോയിന്റുകൾ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറവ്. അപ്പോൾ 3-3.5 ലക്ഷം രൂപയാണ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് കാര്യങ്ങൾക്ക് വരുന്നത്.
അടുത്തത് പെയിന്റിങ്ങും കാര്യങ്ങളുമാണ്. അപ്പോൾ അതിൽ നമുക്ക് 1.5-2 ലക്ഷം രൂപയിൽ നമുക്ക് പെയിന്റിങ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കൊരു 1-1.5 ലക്ഷം രൂപ നമുക്ക് മറ്റുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് നമുക്ക് കോസ്റ്റ് വരുന്നത്. പിന്നെ ഇതിലെന്താണ് അല്ലാത്ത പല ചാർജുകളുണ്ടാവും. അപ്പം പെർമിറ്റ് ടാക്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വേറെയാണ് നമ്മൾ നിർമ്മാണ ചെലവിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോസ്റ്റ് ഇടുന്ന സമയത്ത് 19,50,000 മുതൽ 23,50,000 രൂപ വരെയാണ് ഈ 1000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ചെലവ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെയ്യാം. ഓരോ പ്ലാനും അതിൻ്റെ എലിവേഷൻ ഡിസൈൻ എല്ലാം വെച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ഇതിനെത്രയാണ് കോസ്റ്റ് വരുന്നത്, എന്തൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്നത് മെറ്റീരിയൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാം. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്ലാനുകൾ തന്നെ എടുത്തിട്ട് അതിനെത്ര കോസ്റ്റ് വരും എന്നുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇപ്പോൾ ഈ ഒരു റേറ്റ് വെച്ചിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 19.5 ലക്ഷം മുതലാണ് നമുക്കിപ്പോൾ ഒരു കണക്ക് ഏതാണ്ട് കോസ്റ്റ് വന്നിട്ടുള്ളത്. കുറഞ്ഞ റേറ്റാണ്. അപ്പോൾ ആ ഒരു റേറ്റ് വെച്ചിട്ടാണ് പല വീഡിയോകളിൽ ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 19 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം എന്നൊക്കെ നമ്മൾ ഏകദേശം ഒരു എമൗണ്ട് പറയുന്നത്. അപ്പോൾ അത് ലൊക്കേഷൻ അനുസരിച്ച് അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഇങ്ങനെ പല കാര്യങ്ങളനുസരിച്ച് അതിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരേ പ്ലാൻ പല സ്ഥലങ്ങളിൽ പണിയുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് മാറും. അത് അടുത്തടുത്ത സ്ഥലങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ പ്ലോട്ടിൻ്റെ ഒരു ഉറപ്പുള്ള മണ്ണല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് ഇങ്ങനെ പല രീതിയിൽ കോസ്റ്റുകൾ മാറും. അപ്പോൾ തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.